നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, നാം ഇവിടെ ചർച്ച ചെയ്യുന്ന വിഷയം മേൽപ്പത്തൂർ നാരായണ ഭട്ടതിയുടെ നാരായണീയത്തിലെ 2-ാമത്തെ ദശകത്തിലെ 7-ാമത്തെ ശ്ലോകമാകുന്നു. ഏവം ഭൂതദയാ ഭക്ത്യഭിഹിതോ യോഗസ്സ യോഗദ്വയാത് കർമ്മജ്ഞാനമയാത് ഭൃശോത്തമതരോ യോഗീശ്വരേർഗീയതേ സൗന്ദര്യൈകരസാത്മകേ ത്വയി ഖലു പ്രേമപ്രകർഷാത്മികാ ഭക്തിർനിശ്രമമേവ വിശ്വപുരുഷൈഃ ലഭ്യാ രമാവല്ലഭ. ഇനി ഈ ശ്ലോകത്തിൻ്റെ പദച്ഛേദം ശ്രദ്ധിക്കുക. ഏവം ഭൂതദയാ ഹി ഭക്തി അഭിഹിതഃ യോഗഃ സഹ യോഗദ്വയാത് കർമ്മജ്ഞാനമയാത് ഭൃശോത്തമതരഃ യോഗീശ്വരൈഃ ഗീയതേ സൗന്ദര്യൈകരസാത്മകേ ത്വയി ഖലു പ്രേമപ്രകർഷാത്മിക ഭക്തിഃ നിസ്രമം ഏവ വിശ്വപുരുഷൈഃ ലഭ്യ രമാവല്ലഭ. ഇനി ഈ ശ്ലോകത്തിൻ്റെ അന്വയം നമുക്ക് ചർച്ച ചെയ്യാം. ഏവം ഭൂതദയാ ഹി യോഗീശ്വരൈഃ ഭക്തി അഭിഹിതഃ സഹ യോഗഃ കർമ്മജ്ഞാനമയാത് യോഗദ്വയാത് ഭൃശോത്തമതരഃ ഇതി ഗീയതേ. ഹേ രമാവല്ലഭ സൗന്ദര്യൈകരസാത്മകേ ത്വയി ഖലു പ്രേമപ്രകർഷാത്മിക ഭക്തിഃ വിശ്വപുരുഷൈഃ നിശ്രമം ഏവ ലഭ്യ. ഇനി നമുക്കിതിൻ്റെ സാരാംശത്തെക്കുറിച്ച് വിവരിക്കാം. ഈ ശ്ലോകം ഭഗവാന്റെ ഭക്തിയുടെ മഹത്വത്തെ വെളിവാക്കുന്ന ശ്ലോകമാകുന്നു. ഇനി വരുന്ന 4 ശ്ലോകങ്ങളും ഭക്തി മഹത്വത്തെയാണ് പ്രതിപാദിക്കുന്നത്. മേൽപ്പറഞ്ഞ ശ്ലോകങ്ങളിൽ ഭഗവത് രൂപത്തിൻ്റെ ആ മഹനീയത കൊണ്ട് തന്നെയാണ്, ലക്ഷ്മി ദേവിയുടെ സാന്നിധ്യമൊക്കെ ഉള്ളതുകൊണ്ട് തന്നെയാണ് പ്രഹ്ലാദാദി ഭക്തന്മാരാൽ സ്വീകരിക്കപ്പെട്ട ഭക്തിയോഗം കർമ്മയോഗത്തെയും ജ്ഞാനയോഗത്തെയും കാൾ അത്യുത്തമമെന്ന് യോഗീശ്വരന്മാരാൽ പ്രകീർത്തിക്കപ്പെട്ടത്. അല്ലയോ ലക്ഷ്മീപതിയായ സാക്ഷാൽ ഭഗവാനെ, സൗന്ദര്യരസാത്മകമായ അങ്ങയുടെ ആ രൂപത്തിൽ ഉത്കട പ്രേമരൂപിയായ ഭക്തിലോകത്തിൽ ആർക്കും ഭക്തി അനായാസമായി ലഭിക്കാവുന്നതാണല്ലോ. വളരെ മനോഹരമായ ശ്ലോകമാണ്. വ്യാഖ്യാനവും വളരെ മനോഹരമാണ്. നിങ്ങൾ കൂടുതൽ ശ്ലോകത്തെപ്പറ്റി മനസ്സിലാക്കുക, വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുക. നമസ്തേ.